ഹായ് ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തായിരുന്നു ട്രിപ്പും പോയി. എന്തായാലും ആ വില്ലേജിലോട്ട് നല്ല ദൂരമുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കണം കേട്ടോ. ഗൈസ്, നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കാം. കുറേ ദൂരം ഉണ്ടല്ലോ വില്ലേജിലോട്ട്. എന്തായാലും പെട്ടെന്ന് അങ്ങ് പോകാം. ഫ്രാഗ്ലിന് എന്തായാലും ട്രിപ്പ് പോയതാ. ഇന്നെന്തായാലും അവൻ്റെ വണ്ടി ഞാൻ അടിച്ചു മാറ്റും. എൻ്റെ അമ്മച്ചി തല അടിച്ച് വീണല്ലോ. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ വല്ല ക്യാമറ ഉണ്ടാവോ? അയ്യോ, ഇവിടെ 2 ക്യാമറ ഉണ്ടല്ലോ. എന്നാൽ ഈ വേഷത്തിൽ വന്ന് നടക്കൂല. എന്തായാലും ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി വരാം, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. എന്തായാലും ഡ്രസ്സ് മാറ്റി വരാം. അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഗണ്ണെടുത്താൽ മറ്റേ അവൻ്റെ ക്യാമറ കണ്ട് അടിച്ച് പൊട്ടിച്ചിടാം. അവൻ എന്നെ കണ്ടുപിടിക്കുന്ന ഒരു വഴിയില്ല. കാരണം ഞാൻ മാസ്ക് വരെ വെച്ചിട്ടുണ്ട്. എവിടെ അവൻ്റെ ക്യാമറകൾ? അവൻ്റെ ക്യാമറ എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഒരു ക്യാമറയും കൂടി ഉണ്ടല്ലോ, അതും അടിച്ചു പൊട്ടിച്ച്. ഇനി എന്തായാലും ഈ വണ്ടി അടിച്ചു മാറ്റി അങ്ങ് പോയേക്കാം. ഈ വണ്ടി ലോക്കാണല്ലോ. ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ചാവി. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് ടേബിളും ഇരിക്കുന്നത്. എന്തായാലും ഇതെടുത്ത് അങ്ങ് പോകാം. ഈ വീട്ടിൻ്റെ ഉള്ളിൽ വല്ല ക്യാമറ ഉണ്ടാടേ? ഇല്ലെന്ന് തോന്നുന്നേ. എന്തായാലും ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ ഈ മാസ്ക് ഒന്നും വെച്ചിട്ട് അവൻ എന്തായാലും കണ്ടുപിടിക്കത്തില്ല. അവൻ്റെ കയ്യിൽ മാത്രമുള്ളതാണ് ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ 3 മസ്താങ്. ഇനി എൻ്റെ കയ്യിലാണ് ഈ വണ്ടി. അവൻ കണ്ടുപിടിക്കണമെന്ന് കാണട്ടെ. എന്തായാലും ഒരു സേഫായിട്ട് വണ്ടി കൊണ്ടുവന്നിട്ടേക്കാം. ഇവിടെ തന്നെ അങ്ങ് വെച്ചേക്കാം. ഇനി അവൻ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് കാണണം. ഈ ഡ്രസ്സ് അങ്ങ് പോയി മാറ്റട്ടെ. എന്തൊരു ടൈറ്റുള്ള ഡ്രസ്സാണ് ഇത്. അങ്ങനെ കുറേ ദിവസത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് എന്തായാലും വന്നു. എന്തായാലും വേഗം ഈ വണ്ടി ഷെഡ് കയറ്റിയിട്ട് ഒന്ന് കഴുകി വിടണം. എന്തായാലും നല്ല ചളിയുണ്ട്. അങ്ങനെ വീടെത്തി. എൻ്റെ മസ്താങ്കാരെ കള്ളനെ കൊണ്ടുപോയി. അയ്യോ, ഇവിടെ എന്തായാലും CCTV ഉണ്ടല്ലോ. അത് വെച്ചാൽ എന്തായാലും അവനെ തൂക്കും. ഇവിടുത്തെ CCTV ഒക്കെ ആരോ അടിച്ചിട്ട് പോയിട്ടുണ്ട്. കുഴപ്പമില്ല. എൻ്റെ മസ്താങ്കിലൊരു ട്രാക്കർ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കാം. മസ്താങ്കിൻ്റെ ലൊക്കേഷൻ കിട്ടി. എന്തായാലും പെട്ടെന്ന് അങ്ങ് പോകാം. എൻ്റെ അമ്മച്ചി വീണല്ലോ. അയ്യോ, എന്തായാലും ബൈക്ക് എടുത്ത് പെട്ടെന്ന് അങ്ങ് പോവാം. അവനെന്നെ കൈ കിട്ടിയാണ്ടല്ലോ അവൻ ഞാൻ തീർത്ത് കളയും. എന്നാലും ആരാവും എൻ്റെ കാറെല്ലാം അടിച്ചുകൊണ്ട് പോയിണ്ടാവുക. എന്തായാലും പെട്ടെന്ന് കൊണ്ട് പോവാം. ഇവിടെ എവിടെയാണല്ലോ ലൊക്കേഷൻ കാണിക്കുന്നേ? ഈ സൈഡിൽ തന്നെ. ഇവിടെ അതുകൊണ്ട് എൻ്റെ കാർ എടുക്കുന്നത്. ഇതാ സോമൻ്റെ സ്ഥലമാണല്ലോ. അവനാവും മിക്കവാറും എൻ്റെ കാർ അടിച്ചിട്ടുണ്ടാവുക. അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. എടാ സോമ, നീയാണോടാ എൻ്റെ കാർ അടിച്ചു പറ്റി? എനിക്കറിയില്ലടാ. ഇവിടെ എപ്പോഴോ കാറ് നേടുന്ന. സത്യം പറയടാ, ഒരബദ്ധം പറ്റിപ്പോയതാടാ. നീയൊക്കെ തീർന്നടാ. അല്ല പിന്നെ എൻ്റെ കാറും അവൻ അടിച്ചു മാറ്റിയിട്ട്.